സൂര്യൻ അതിൽ തന്നെ കിടക്കുന്നു. എന്താ സൂര്യൻ അവിടെ നിൽക്കുന്നു, ഭൂമി സൂര്യനെ ചുറ്റുന്നു, ചന്ദ്രൻ എല്ലാം ചുറ്റുന്നു. ഇങ്ങനെയൊക്കെയാണല്ലോ പഠിപ്പിക്കുന്നത്. സൂര്യൻ അതിൽ തന്നെ കറങ്ങുമോ? ഇല്ല ഇല്ല. ഭൂമി അതിൽ തന്നെ കറങ്ങുകയും ഭൂമി സൂര്യനെ കറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെയാ. ഞാനും പഠിച്ചു, ഇതൊക്കെ പണ്ട് പഠിച്ചതല്ലേ. അപ്പോ ഇതൊക്കെ ഇത്രത്തോളം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും തേജസ്സിനെ ഇവിടെ ഇങ്ങനെ പറയുകയാ ചെയ്യുന്നത്. പൗലോസ് പഠിപ്പിക്കുക, സൂര്യന്റെ തേജസ് വേറെ, ഓർത്തോണം. ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. അപ്പൊ സൂര്യന്റെ ലിസ്റ്റിൽ പെടുന്നത് എനിക്കറിയത്തില്ല, ചന്ദ്രന്റെ ലിസ്റ്റിൽ പെടുന്നത്, നക്ഷത്രങ്ങളുടെ ലിസ്റ്റിൽ പെടുന്നത്, ഇതെല്ലാം വെവ്വേറെ തേജസ്സാണ് എന്ന് പ്രപഞ്ച ഗോളങ്ങളെയും നിങ്ങൾ അപ്രകാരം തന്നെ മനസ്സിലാക്കണം. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്ന രണ്ട് നക്ഷത്രം തമ്മിലാണെങ്കിലും സൃഷ്ടിച്ച ഒരേവനാണെന്ന് അറിയാം. അതിന്റെ തേജസ്സിന് നക്ഷത്രവും തമ്മിൽ തേജസ്സിന് വ്യത്യാസമുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെ പൗലോസ് മനസ്സിലായി? പരിശുദ്ധാത്മാവിലല്ലാതെ എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും? ഇത് എന്തെല്ലാം ശാസ്ത്രങ്ങളായി പോയി പറയുന്നത് പൗലോസ് അല്ലേ? താനിതൊക്കെ പഠിച്ചിരുന്നു, അതെനിക്ക് അറിയില്ല. പഠിച്ചാലും തന്റെ പഠനത്തിന്റെ ഡിഗ്രി കൊണ്ടല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ വെളിപ്പാടിനാല ഈ മർമ്മങ്ങൾ മുഴുവൻ പൗലോസ് ഗ്രഹിച്ചിരുന്നത്. എന്നിട്ട് നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. ഇത്രത്തോളം പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരികയാണ്. മരിച്ചവരുടെ പുനരുദ്ധാനം ഔവണ്ണം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള വൈരുദ്ധ്യങ്ങളിൽ എന്തുണ്ട്? മരിച്ചവരുടെ പുനരുദ്ധാനത്തിലുണ്ട്. ഈ എല്ലാവിധമായ വൈരുദ്ധ്യങ്ങളും, ഇപ്പോൾ ഈ പഠിച്ച വിഷയങ്ങളുടെ എല്ലാവിധമായ വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളും എവിടെയുണ്ട്? മരിച്ചവരുടെ പുനരുദ്ധാനത്തിലുണ്ട്. അതവിടെ പറയുന്നത്. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർത്തുന്നു. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അത് ദ്രവിച്ചു തുടങ്ങി അല്ലേ? ദ്രവത്വത്തിലാണ് നമ്മൾ മണ്ണിൽ കൊണ്ടുവന്ന് വരയ്ക്കുന്നത്. ഒരു സാധനം കുഴിച്ചു വയ്ക്കുന്ന പോലെ നമ്മൾ അങ്ങനെ പറയാറില്ല, ശവം കൊണ്ട് കുഴിച്ചു വെച്ചിട്ട് പോകുന്ന മണ്ണില് എന്ന് പറയുന്ന പോലെ ദ്രവത്വത്തിൽ ആ ശവം അടക്കം എന്തായി പറയുന്നത്? ദ്രവത്വത്തിൽ ഇവിടെ പറയുകയാണ്, ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ദ്രവത്വം അദ്രവത്വം അതവിടെ പറയുന്നത്. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു. ഇവിടെ ഇച്ചിരോടെ നിങ്ങൾ കടന്നു ചിന്തിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മ സഹായത്താൽ വിതയ്ക്കപ്പെടുന്ന ശരീരം ഏതാ? പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു. തെസ്സലോനിക്ക ലേഖനത്തിൽ ക്രിസ്തുവിൽ മരിച്ചവർ കേൾക്കുമെന്നും ക്രിസ്തുവിൽ ജീവിക്കുന്നവർ രൂപാന്തരപ്പെടുമെന്നും രണ്ടു കൂട്ടരുടെ ഒരുമിച്ച് പോകുമെന്നും ഒക്കെയുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ആശ്വസിപ്പിച്ചോണം എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ വിതയ്ക്കപ്പെടുന്ന ശരീരം വന്നപ്പോൾ ജഡശരീരം വിതയ്ക്കപ്പെടുമെന്നോ എങ്ങനെയാണോ പറയുന്നത്? അല്ല, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർത്തുന്നു. ഏതായി പ്രാകൃത ശരീരം? അവിടെയാണ് നമ്മളിവിടെ പണ്ടേ കുറെ ചിന്തിച്ചതാണ്. ദൈവസഭയിൽ ഒരു മനുഷ്യന് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഒരു ദൈവസഭയിൽ ജഡീകരുണ്ട്, പ്രാകൃതരുണ്ട്, ആത്മീകരുണ്ട്. പ്രാകൃതര് എന്ന് പറയുന്നത് ആരാ? ഇടയ്ക്ക് പിടിച്ചവരല്ല. ഇതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകൾ വരും. മരിച്ചവരുടെ പുനരുദ്ധാനത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടു തരം ചിന്താഗതിക്കാരും ഉണ്ട് ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ. ഒന്ന്, മരിച്ച വിശുദ്ധന്മാര് ഉയർത്തുമ്പോൾ തന്നെ സമ്പൂർണമായ ഒരു ഉയർപ്പ് അങ്ങ് പ്രാപിച്ച് പൊങ്ങിപ്പോകുന്നു എന്നും, അല്ല ഒരു അപൂർണമായ സമ്പൂർണമല്ലാത്ത ഒരു ഉയർപ്പ് പ്രാപിച്ച് ഇവിടെ നിന്ന് പൊങ്ങിപ്പോകുന്നു എന്നും, പ്രതിഫലത്തിന്റെ ന്യായാസനത്തിൽ വെച്ച് സമ്പൂർണമായ ഉയർപ്പ് പ്രാപിക്കുന്നു എന്നും പഠിപ്പിക്കുന്ന, വിശ്വസിക്കുന്ന, അറിയുന്ന രണ്ടു തരം പുനരുദ്ധാന വാദങ്ങളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കപ്പെടുന്നു. അപ്പോ ആത്മീക ശരീരം ഉയർക്കപ്പെടണമെങ്കിൽ എന്ത് വിതയ്ക്കപ്പെടണം? പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടണം.
ബാക്കി എല്ലാ ഭാഗത്തും പ്രാകൃതൻ എന്ന് പറയുന്നത് പ്രാകൃതന്മാർ എന്ന് പറയുന്നത് ദേഹീപരരാണെങ്കിൽ ഇവിടെയും പ്രാകൃത ശരീരം എന്ന് പറഞ്ഞാൽ ദേഹീപര ശരീരം എന്നായി അർത്ഥം. അവിടെയാണ് നമ്മുടെ സ്വല്പം വൈരുദ്ധ്യമുള്ളത്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഞാനിത് രണ്ടും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാം, അല്ലാതെ ഞാനെന്താ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യത്തിൽ ഏകാഭിപ്രായത്തിൽ രണ്ടുപേരും വരുന്നുണ്ട്. ഇവിടെ വെച്ച് തന്നെ ആദ്യത്തെ ഉയർപ്പിൽ സമ്പൂർണ്ണ ഉയർപ്പ് പ്രാപിച്ചാലും മറ്റൊരു ഉയർപ്പിൽ സമ്പൂർണ്ണമല്ലാത്ത ഒരു ഉയർപ്പ് ഇവിടെ നിന്ന് പ്രാപിച്ചു പൊങ്ങി പ്രതിഫലത്തിന്റെ നയാസനത്തിന്റെ അവിടെ ചെന്നിട്ട് അവിടെ വെച്ച് സമ്പൂർണ്ണ ഉയർപ്പ് പ്രാപിച്ചാലും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ രണ്ടു കൂട്ടരും എന്തുണ്ടാകും? സമ്പൂർണ്ണമായ ഉയർപ്പ് പ്രാപിച്ചിരിക്കും. കാര്യം മനസ്സിലായില്ലേ? എന്നാൽ ഇത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെട്ടെങ്കിൽ മാത്രമേ ആത്മീകമായ ശരീരം ഉയർക്കപ്പെടുകയുള്ളൂ. ക്രിസ്ത്യൻ സഭകളുടെ തിയോളജിയിലൊക്കെ പറയുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ചോദിക്കട്ടെ, ആദവും ഹവ്വയും സൃഷ്ടിച്ചപ്പോൾ ദൈവം അവരെ ഏത് തോട്ടത്തിലാക്കി? അവർക്ക് പാപം ഉണ്ടായിരുന്നു? നമ്മൾ ചിന്തിച്ചതാ. അവർക്ക് പാപം ഉണ്ടായിരുന്നു? ഇല്ല. അപ്പോൾ അവർ പാപമില്ലാത്തവരായിരുന്നു. പാപമില്ലാത്ത ആയിരുന്നു. എന്നാൽ അവരാരായിരുന്നു? സമ്പൂർണ്ണ മനുഷ്യരായി, ദേഹത്തേക്ക് ആത്മാവുള്ള സമ്പൂർണ്ണ മനുഷ്യരായിരുന്നു. അവരെ ഊതി എഴുന്നേൽപ്പിച്ചപ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാ പറയുന്നത്. എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മനുഷ്യർക്ക് പാപം ചെയ്യുന്നിടം വരെ ഭക്ഷിക്കാൻ അനുവാദം കൊടുത്തല്ലോ. തോട്ടത്തിലുള്ള എല്ലാം തിന്നാൻ, നന്മ അറിവിന്റെ വൃക്ഷഫലം മാത്രം തിന്നരുത്, അത് കൊടുത്തു. അപ്പൊ അവർ ഭക്ഷിക്കുന്നുണ്ട്. അവർക്ക് വസ്ത്രം ഉണ്ടായിരുന്നു? കണ്ടോ? ഈ മനുഷ്യർക്ക് വസ്ത്രധാരണമില്ലായിരുന്നു. നമ്മൾ എഴുതുന്നത്, നമ്മൾ വായിക്കുന്നത് അവരിരുവരും നഗ്നരായിരുന്നു. എന്നാൽ അവർക്ക് ലജ്ജ തോന്നിയിട്ടില്ല. വസ്ത്രധാരണമില്ലാത്തവരായിരുന്നു, അവർ നഗ്നരായിരുന്നു യഥാർത്ഥത്തിൽ. പക്ഷേ നഗ്നതയെ കുറിച്ചുള്ള ഒരു ബോധമോ ഒരു ചിന്തയോ ലജ്ജയോ അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെങ്ങനെയുള്ളവരാ? ഇനി നമ്മൾ അവരെങ്ങനെയുള്ളതാണെന്ന് കണ്ടുപിടിച്ച്, ഇത് കൂടി ശരീരമല്ലല്ലോ. ഇത് കൂടി ശരീരത്തിന് പാപം ചെയ്ത് കഴിഞ്ഞത് ഇവർക്ക് ആദ്യം അനുഭവപ്പെട്ടത് എന്താ? തങ്ങൾ നഗ്നരെന്നവർക്ക് തോന്നി. പെട്ടെന്ന് നഗ്നത മറയ്ക്കാനുള്ള പണികളാണ് അവർ ചെയ്തത്. അപ്പൊ നോക്കിക്കേ, പാപത്തിന്റെ പെട്ടെന്നുള്ള ഒരു കാര്യം ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ് തിന്നപ്പോൾ കണ്ണു തുറന്നു. ആദ്യത്തെ സംഭവം, കണ്ണു തുറന്നു, കണ്ടത് നഗ്നത. ലജ്ജയായി അത്തീരെ കുട്ടി തിന്നി. അപ്പോ അതുവരെ അവർക്ക് എന്തുണ്ടായിരുന്നില്ല? നഗ്നരായിരുന്നെങ്കിലും ലജ്ജ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് പാപം ഇല്ലായിരുന്നു. എന്നാൽ ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തം ഭൂമി മുഴുവൻ നിറഞ്ഞു, എല്ലാത്തിനെയും അടക്കി വാണു. ഭക്ഷിക്കാനായിട്ട് ഈ ഒരു വൃക്ഷത്തിന്റെ അല്ലാത്തതെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം, കുടിക്കാൻ. ഏഴ് തോട്ടത്തിൽ ഒരു നദി പുറപ്പെട്ടു, 4 ശാഖകളായി പിരിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ആ നദിയിലെ വെള്ളം വളരെ മനോഹരമാണ്. പാപമില്ലല്ലോ, ഇല്ലേ? ഏതൊരു ലോകത്തിലും എവിടെയും ശുദ്ധീകരിക്കപ്പെടുന്നതിനേക്കാൾ ഒടയതമ്പുരാൻ ശുദ്ധീകരിച്ച് വെച്ചിരിക്കുന്ന മനോഹരമായ പച്ചവെള്ളമാണ്. അത് അവിടെ എന്തും ചെയ്യാം, കുടിക്കാൻ വെള്ളം, ഭക്ഷിക്കാൻ ഭക്ഷണം. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു. പാപം മുഖാന്തിരമായി ഏകത്തോട്ടത്തിലായിരിക്കാനും ഈ അവസ്ഥയിലായിരിക്കാനും അവർക്ക് കഴിഞ്ഞില്ല. ദൈവം വന്ന് ഇടപെട്ട് കഴിഞ്ഞിട്ട് പിന്നെയും ദൈവം എന്നാ പ്രവർത്തിച്ചത്? അവർക്ക് എന്ത് കൊടുത്തുന്നാ പറഞ്ഞത്? മൃഗത്തിന്റെ തോൽ അവരെ ഉടിപ്പിച്ചു, ശിക്ഷയൊക്കെ കൊടുത്ത് വിസ്തരിച്ച് ശിക്ഷയൊക്കെ കൊടുത്ത് ഉടിപ്പിച്ചു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അങ്ങനെ പാപം ആയി, പിന്നെ ഈ കാണുന്ന സംഗതികളെല്ലാം ആയി, ഇപ്പൊ നമ്മുടെ എല്ലാം അവസ്ഥയായി ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഇനി ആദ്യം ഏതവസ്ഥയിലേക്കാണ് ചെന്നപ്പെടേണ്ടത്? പാപമില്ലാതിരുന്ന ഏദൻ തോട്ടത്തിൽ ദൈവവും വളരെ പ്ലാനുകളോടും പദ്ധതികളോടും കൂടെ ആക്കി സൃഷ്ടിച്ചു വെച്ച മനുഷ്യന്റെ അവസ്ഥയിലേക്കാണ് ഇനി നമ്മൾ ആദ്യം കടന്നു പോകേണ്ടത്. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഇവർക്കും ക്രിസ്തുവിൽ ജീവിച്ചവർ രൂപാന്തരപ്പെടും, ഒരുമിച്ച് പോകുമെന്ന് പറഞ്ഞാൽ അതാ ഏദൻ തോട്ടത്തിൽ പാപമില്ലാതിരുന്ന ആദമവമാരുടെ അവസ്ഥയിൽ വസ്ത്രധാരണം ഒന്നും ആവശ്യമില്ല, അവർക്ക് തിന്നാമായിരുന്നു, ഇല്ലേ? ഈ ഒരു അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? അവരെ സംബന്ധിച്ച് ഇങ്ങനെ ചിന്തിക്കണം. ആ ജഡശരീരം വിതയ്ക്കപ്പെടുന്നു, ആദാമിക പാപമില്ലാത്ത ശരീരം ഉയർക്കപ്പെടുന്നു. അതല്ല ഇവിടെ പറയുന്നത്. പ്രാകൃത ശരീരം ഇവിടെ വിതയ്ക്കപ്പെടുന്നു, ഉയർക്കുന്നതോ ആത്മീക ശരീരമാണ്. ഇനി നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം
കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റല്ലോ, അത് ശരിയല്ലേ? അല്ലേ? അതിന് പോലും അപ്പൊ ഈ തർക്കം വരും. ഏത് തർക്കം? ഒറ്റ ഉയർത്തെഴുന്നേൽപ്പിനാൽ അത് ശരിപ്പെട്ടിരുന്നോ, അതെയോ രണ്ട് ഘട്ടത്തിലായിട്ട് ശരിപ്പെട്ടിരുന്നു? ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഒരിക്കലും ശിഷ്യന്മാർ കളിക്കൽ വന്നു. പക്ഷെ വാതിലടച്ചിരിക്കാൻ തുറക്കാതെ ആളിനെ അടുത്ത് വരാമല്ലേ? അങ്ങനെയാ കർത്താവിന്. അതാണ് ആ പുനരുദ്ധാന ശരീരത്തിൽ ഒരു പ്രത്യേകത. വന്നു കഴിഞ്ഞിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ഭൂതാന്ന് വിചാരിച്ച് അവരുടെ ഞെട്ടി പേടിച്ച് വിറച്ച് കഴിഞ്ഞപ്പോ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങളാ പിള്ളേരെ എന്നെ തൊട്ടു നോക്ക്, അല്ലേ? എനിക്കുള്ളതുപോലെ അസ്ഥിയും മാംസവും ഭൂതത്തിന് ഉണ്ടോ? എന്നെ നിങ്ങൾ തൊട്ടു നോക്ക്, പിടിച്ചു നോക്ക്. തന്റെ കയ്യും കാലും കാണിച്ചു കൊടുത്തു. കയ്യേലും കാലിലും എന്തായിരിക്കുന്ന ആണിപ്പാട്, കയ്യേലും കാലിലും എന്തായിരിക്കുന്ന ആണിപ്പാട്. എടാ ക്രൂശയ്ക്കേറ്റ കാര്യമൊക്കെ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതല്ലേ? ഇത് നോക്ക്, കൈ രണ്ടും കാലിൽ രണ്ടും നോക്ക്. എന്നിട്ട് ശരിയാകുന്നില്ല, ഇങ്ങ് വന്ന ചെന്നെ പിടിച്ചു നോക്ക്. എനിക്കുള്ളതുപോലെ അസ്ഥിയും മാംസവും ആർക്കില്ല? ഭൂതത്തിനില്ല. പിന്നെ ഞാൻ ഭൂതാന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഇതെന്താ നോക്കിക്കേ. എന്നിട്ടും അവരെ ശരിയാകുന്നില്ല. കൈകാലുകൾ കാണിച്ചു കൊടുത്തിട്ട് ആണിപ്പെടുത്ത് കണ്ടിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല, ഭൂതമാണെന്നാ പറയും. എന്നിട്ട് അവരെ കൊണ്ട് പിടിപ്പിച്ചു നോക്കി. അസ്ഥി ഉണ്ടോ? ഉണ്ട്. മാംസം ഉണ്ടോ? ഉണ്ട്. ഇങ്ങനെ അസ്ഥി മാംസവും ഭൂതത്തിനുണ്ടോ? അതില്ല. അപ്പൊ ഞാൻ ഭൂതമാണോ? അല്ല. എന്നിട്ടും ശരിയാകുന്നില്ല. അപ്പോ പിന്നെ എന്താ പറയുക, ഇവിടെ എന്നാടാ പിള്ളേരെ കഴിക്കാനുള്ളൂ? ഉടനെ ചോദിച്ചു, ഒരു തേൻകട്ടിയും മീനും, അല്ലേ? വറുത്ത മീനും തേൻകട്ടിയും കൊണ്ടെന്ന് പറഞ്ഞു, കൊണ്ടുവരാൻ പറഞ്ഞു. അവര് എന്റെ അഭിപ്രായം കർത്താവ് നിന്നും അനുകരിക്കുന്നത്. അതിനാ അവിടെ അവർക്കുണ്ടായിരുന്നു, അവർക്ക് തിന്നാനുണ്ട്. അപ്പോ ഇത് കർത്താവ് തിന്ന് കാണിച്ചു കൊടുത്തു. വറുത്ത മീനും ഗ്ലൂക്കോസിന്റെ സുവിശേഷത്തിലായിരിക്കും. വറുത്ത മീനും തേൻകട്ടയും തിന്നു കൊടുത്തു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ഏത് കർത്താവാ? പുനരുദ്ധാനം ചെയ്ത കർത്താവല്ലേ? അതെ, പുനരുദ്ധാനം ചെയ്ത കർത്താവ്. അസ്ഥിയുണ്ട്, മാംസമുണ്ട്. ഭക്ഷണം വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ വേണ്ടെങ്കിൽ കഴിക്കുകയും വേണ്ട. തന്റെ ശിഷ്യന്മാരെ അവരുടെ തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും മാറ്റാനായിട്ട് എല്ലാ കർത്താവ് ചെയ്തു കൊടുത്തു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ശരീരത്തിലേക്ക് ഉയർത്താൻ മതിയല്ലോ. നമ്മുടെ കർത്താവ് ഉയർത്തപ്പോൾ തേജസ് ഉണ്ട്. പ്രത്യേകിച്ച് വസ്ത്രധാരണ ഇവിടെ ആയിരുന്നപ്പോൾ ആവശ്യമില്ല. എന്നാൽ അസ്ഥിയും മാംസവും ഉണ്ട് താനും. തിന്നണമെങ്കിൽ തിന്നുകയും ചെയ്യാം. ഇത് തന്നെയല്ലേ ആ ഏതൻ തോട്ടത്തിൽ, അല്ലേ? ഏതൻ തോട്ടത്തിൽ അതല്ലേ? അപ്പോ ഇതിങ്ങനെ ചെയ്തു കൊടുത്തു. പിന്നെ കർത്താവ് പിന്നെ ഒരു ചേഞ്ച് വന്നെങ്കിൽ ഇതിനു മുമ്പ് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. ഒലിവുമലയുടെ നിറയിൽ നിന്ന് കർത്താവ് പോയത് നേരെ പിതാവിന്റെ വലതു ഭാഗത്തേക്ക്. അപ്പോ ഈ പറയുന്ന അസ്ഥി മാംസം ഇതുകൊണ്ട് പോവോ? ഒലിവുമലയിൽ നിന്ന് പൊങ്ങി അങ്ങ് പൊങ്ങുന്ന കണ്ടു. മേഘം വന്ന് എടുത്തോണ്ട് പോകുന്നതിന്റെ നേരം കണ്ടു. മേഘത്തിനായതിനു ശേഷം പിതൃസന്നിധിയിലേക്ക് ചെന്നപ്പോൾ അതെങ്ങനെ ആയിരിക്കണോ അങ്ങനെ തന്നെ ആയിരുന്നു കൊണ്ടാകുന്നത്. കാരണം ഒരു മാംസരക്തത്തിനും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. കന്യക മറിയത്തിൽ നിന്ന് എടുത്ത് ജഡാവതാരം ചെയ്തു വന്ന ഈ അസ്ഥി മാംസവും മജ്ജയും ഒക്കെ ഉള്ള കർത്താവിന്റെ മാംസരക്തത്തിനും ഏതവകാശമാൻ കഴിയില്ല, സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല, നമുക്കും കഴിയുകയില്ല. ഇനി അത് ഒരുമിച്ചായിരുന്നു. ഇങ്ങനെയൊക്കെ ഉയർത്തുന്ന കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും പാപമില്ലാത്ത ആദാമിന്റെ അവസ്ഥയോട് ബന്ധപ്പെട്ടതാണ് ഇവിടെ ഉയർത്തെഴുന്നേറ്റ് 40 നാളുകളോളം ഈ ഭൂമിയിൽ ശിഷ്യന്മാരെ ഉറപ്പിച്ചുകൊണ്ട് ഇരുന്ന യേശു അപ്രകാരമുള്ളതാ. ഇതൊക്കെ തിന്നു അവരെ പിടിപ്പിച്ചു നോക്കി. അസ്ഥിയുണ്ട്, മാംസമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ മാംസരക്തം ഇല്ലെങ്കിൽ ഈ അസ്ഥിയോ മജ്ജയോ ഇതുപോലെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അപ്പോ ഇവിടെ നാം ചിന്തിക്കുന്നത് ഇപ്രകാരമുള്ള ഒരു ചിന്ത നമുക്ക് വരണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവും നാം ഓരോരുത്തരും ഏത് ശരീരത്തിലേക്ക് ഉയർത്തപ്പെടേണ്ടതാണ്? അവസാനമായിട്ട് ആത്മീകമായ ശരീരം. സ്വർഗീയമായ ശരീരമുണ്ട്, ഭൗമികമായ ശരീരമുണ്ട്. അതിന്റെ തേജസ് വേറെ, ഇതിന്റെ തേജസ് വേറെ. ആദാമിന് ഹവ്വയ്ക്കും അന്നുണ്ടായിരുന്ന തേജസ് അല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് ഇപ്രകാരമാകുന്നു എങ്കിൽ ഇവിടെ 40 നാളുകളോളം ഈ അസ്ഥി മാംസവും മജ്ജയുമുള്ള ആളുകളോട് ബന്ധപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വിശ്വസിപ്പിച്ചപ്പോൾ ഉള്ള തേജസ് അല്ല, പിതാവിന്റെ വലഭാഗത്തേക്ക് താൻ കടന്നു പോയപ്പോൾ. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്.
പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട് എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ പ്രാകൃത മനുഷ്യൻ ഏതാണെന്ന് ഇവിടെ പറഞ്ഞു വരികയാ. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. ആ ദേഹിയെ കുറിച്ച് പറയുന്നതാണ് പ്രാകൃത മനുഷ്യൻ. ദേഹി പരൻ എന്ന് പറയുന്നത് ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി ഇപ്പോൾ ആത്മീയമായ നിലയിൽ ആത്മീക ശരീരത്താൽ നമ്മുടെ കർത്താവ് അങ്ങോട്ട് കടന്നു പോയിരിക്കുന്നു. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തത്. ആത്മീകമല്ല ഒന്നാമത്തത് പ്രാകൃതമാണ്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. അങ്ങനെയല്ലേ? ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മണ്ണുകൊണ്ട് ഉള്ളവരെ പോലെ ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ട് ഉള്ളവൻ. അപ്പോ മണ്ണുകൊണ്ട് ഉള്ളവരെ പോലെ മണ്ണുകൊണ്ടുള്ളവരും ആദാമിനെ പോലെ, ആദാമിന്റെ വർഗത്തിൽപ്പെട്ട നമ്മളെല്ലാവരും എന്നർത്ഥം ഉള്ളവരും. സ്വർഗീയനെ പോലെ സ്വർഗീയനായ യേശുവിനെ പോലെ ആത്മീക ശരീരം പ്രാകൃതം വിധിക്കപ്പെട്ടിട്ട് ആത്മീകരും എന്നാണ് ഇവിടെ പറയുന്നത്. ആകുന്നു. ഇതാണ് നമ്മൾ ഏറ്റവും ഇതായിട്ട് കാണുന്നത്. അപ്പോ നാം മണ്ണുകൊണ്ടുള്ളവരെ പ്രതിമ ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. മണ്ണുകൊണ്ടുള്ളവരെ ധരിച്ചു എങ്കിൽ സ്വർഗീയന്റെ പ്രതിമയെ ധരിക്കും. ഈ സ്വർഗീയന്റെ പ്രതിമയെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. ദൈവമക്കൾ വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെ ആകുന്നു. അവനിൽ പ്രത്യാശയുള്ളവരൊക്കെയും അല്ല. അവിടെ വേറൊരു വാക്യം പറയുന്നുണ്ട്. 1 യോഹന്നാൻ 3:1 വായിച്ചേ. 1 മുതൽ 1 വായിച്ചേ. വായിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ ദൈവമക്കളാകുന്നു. അടുത്തത്, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അത് യോഹന്നാനാ പറയുന്നത്, അല്ലേ? പറയുന്നത്. പക്ഷെ ഈ വെളിപ്പാട് ഇവിടെ ആർക്കാ കിട്ടിയിരിക്കുന്നത്? ഇവിടെ പൗലോസിന് അത് കിട്ടിയിരിക്കുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ യഥാർത്ഥത്തിൽ വെളിപ്പെട്ടിട്ടില്ല. വീണ്ടും പറയുകയാണ്, യേശു ഇനി പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം ഇനി അവനോട് സദൃശന്മാരാകും. അതായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ തന്നെ നമ്മൾ സ്വർഗീയ പ്രതിമയും ധരിക്കും. അവനായിരിക്കുന്ന പോലെ ഇനി നാം ആയിത്തീർന്നവനെ കാണും. ഇതാ ഇവിടെ പറയുന്നത്. അപ്പോ ഇതാണ് മരിച്ചവരുടെ പുനരുത്ഥാനത്തെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയാൽ പുനരുത്ഥാന നിരകളെ സംബന്ധിച്ചും പുനരുത്ഥാന ശ്രേഷ്ഠതകളെ സംബന്ധിച്ചും പിന്നീട് നമുക്ക് ആഴമായ ബോധം വചനത്തിൽ നിന്ന് കിട്ടാനായിട്ട് കഴിയും. നമ്മളാ 1 ദശലക്ഷ 4:16-17 ഇതും എല്ലാവരും ഒന്നുപോലെ ഒറ്റയടിക്ക് ഓടിച്ചിട്ടോ എന്ന് പറഞ്ഞ് അങ്ങ് വായിച്ചു വെച്ച് കഴിയുമ്പോൾ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അത് പൗലോസ് അപ്പോസ്തലൻ മറ്റേത് തെസ്സലോനിക്ക ലേഖനത്തിൽ കൊടുത്തു. ആ സഭയ്ക്ക് അത്രയും മതിയായിരുന്നു. അവിടെ അവർക്ക് അറിയാതിരിക്കാനും പ്രത്യാശയുള്ളവരായിട്ടിരിക്കാനും ധൈര്യത്തോടെ ഇരിക്കാനും തക്കവണ്ണം ഒരവസ്ഥ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ മറ്റേ കോരിന്ത്യ സഭയിലാണ് ഈ തർക്കങ്ങളും വാഗ്വാദങ്ങളും വിഷയങ്ങളും ഈ മരിച്ചവരുടെ പുനരുദ്ധാനത്തെ സംബന്ധിച്ച് വന്നത്. അതുകൊണ്ട് ഈ വിഷയം കൃത്യമായി സമ്പൂർണമായി വെളിപ്പാടോടെ അവിടെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ഇപ്രകാരമുള്ള നിരകൾ, ശ്രേഷ്ഠതകൾ, തേജസ്സുകൾ എല്ലാം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർത്തപ്പെടുന്നു. ഇങ്ങനെ ആത്മീക ശരീരം ഇപ്രകാരമാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി സമയം ഇല്ല, നമ്മൾ പറഞ്ഞു പോയാലും തീരത്തില്ല. ഇനി ഈ വിഷയം ദൈവകൃപ ചെയ്താൽ ഒരു ക്ലാസ്സോടെ നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് കഴിയും. ഇപ്പൊ തന്നെ ഇനി 1 കൊരിന്ത്യയുടെ 49 വരെ വായിച്ചത് 50 മുതൽ അതിന്റെ 57 വരെ ഉള്ളതായ ആ ഖണ്ഡികയിലെ അത്രയും കാര്യങ്ങളും കൂടെ ഇതിന്റെ ബാക്കിയായിട്ട് പറഞ്ഞിട്ടാണ് ഈ തെസ്സലോനിക്ക ലേഖനത്തില് ഇറക്കുന്നതും കാണാതിരിക്കുന്നതും ഒക്കെ
ആ കാര്യങ്ങളിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. അതിനിടയ്ക്കുള്ള ഈ കാര്യങ്ങൾ ഇവിടെ ഇപ്രകാരം പ്രസ്താവിച്ചിട്ട് വീണ്ടും ആ കാര്യങ്ങൾ പറയുക. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. പക്ഷെ മണ്ണിൽ നിന്ന് പൊങ്ങാനും മധ്യാകാശം വരെ പോകാനും, ഈ മധ്യാകാശം എന്ന് പറഞ്ഞാൽ ഇത്രയും ഓർത്തേച്ചാൽ മതി. എന്താ ഈ ഭൂമിക്ക് ഒരു ആകർഷണ പരിധിയൊക്കെ ഉള്ളത്. ഈ ഒരു ആകർഷണ പരിധിയുണ്ട്, അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോരുന്ന. എന്നാൽ ആകർഷണ പരിധിക്ക് അപ്പുറത്തേക്ക് പോയാലോ ശൂന്യ എന്താ പറയുന്നത്, അവിടെ പിന്നെ അവിടെ നിൽക്കുള്ളൂ അല്ലേ. അവിടെ ചെന്നിറങ്ങിയാൽ നമ്മൾ അവിടെ നിൽക്കത്തേ ഉള്ളൂ. ഓക്സിജൻ ഇവിടുന്ന് കൊണ്ടുപോയാൽ ശ്വസിക്കാമില്ലെങ്കിൽ അവിടെ വായുമണ്ഡലമില്ലല്ലോ, നമ്മൾ മരിച്ചു പോകും. മരിച്ചാൽ ശവത്തേക്കേ ഉള്ളൂ, അവിടെ തന്നെ കിടക്കുള്ളൂ. അപ്പോൾ എന്ന് പറയുന്ന പോലെ അതിപ്പം തന്നെ നമുക്കറിയാം. ഈ ആകർഷണ പരിധി ഉള്ളത് കൊണ്ടാ ഈ ആകർഷണ പരിധിയെ ഭേദിച്ചല്ല എന്തോ ഈ പരീക്ഷ നിരീക്ഷണമൊക്കെ അല്ലേ കടന്നു പോകുന്നത്. അപ്പൊ ഒരു മനുഷ്യനെ ദൈവം വിടുന്ന അങ്ങോട്ട് ഒക്കെ ഈ ആകർഷണ പരിധിക്ക് അപ്പുറേക്ക് വിട്ട് കഴിഞ്ഞാൽ അവിടെ നിൽക്കും. പിന്നെ ആരും കൂടെ പോരുന്നില്ല. പിന്നെ എവിടെയാണോ പ്രതിഫലത്തിന്റെ ന്യായാസനം ഇവരെ കൂട്ടിമുട്ടാൻ കർത്താവ് ഒരുക്കുന്നത്, അവിടെ കർത്താവ് ഇരിപ്പുണ്ട്. അവിടെ വരെ പരിശുദ്ധ ഇവരെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും ചെയ്യും. പിന്നെ അവിടെ വെച്ചാണ് ഈ പ്രതിഫലത്തിന്റെ ന്യായാസനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ രൂപാന്തരം പ്രാപിച്ച ആളുകൾക്ക് അപ്രകാരമൊക്കെ സാധിക്കുക തന്നെ ചെയ്യും. ആ പ്രതിഫലത്തിന്റെ ന്യായാസനത്തിൽ വെച്ച് ആണ് ഫൈനലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അവിടെ വെച്ചാണ് വകുപ്പുകളെല്ലാം തിരിഞ്ഞ് എങ്ങോട്ടെല്ലാം പോകണമോ അങ്ങോട്ടെല്ലാം പോകുന്നത്. അത് നമ്മളിങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ വേദഭാഗത്തോടെ വായിച്ചാൽ പിന്നെ ഇതിനെ സംബന്ധിച്ചും കർത്താവ് യോഹന്നാന്റെ സുവിശേഷം ഒരു 5-ാം അധ്യായത്തിൽ 22 മുതൽ 32 വരെയുള്ള ഭാഗത്ത് അത് ഒരു ദിവസം പെട്ടെന്ന് വായിച്ചിരിക്കാവുന്നേ. അപ്പോ ഇങ്ങനെയാണ് മരണത്തിന് ശേഷമുള്ള പുനരുത്ഥാന രീതികളും മാംസങ്ങളുടെ തിരിവുകളും ശരീരങ്ങളുടെ തിരിവുകളും തേജസ്സിന്റെ തിരിവുകളും എല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൽ കൂടെ നിത്യമരണം ഒഴിവാക്കി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവ പൈതലായി ജീവിച്ച് മരിച്ചാലും ജീവിച്ചാലും കർത്താവിനോട് കൂടെ ആയിരിക്കുന്നു. എടുക്കപ്പെട്ട പ്രതിഫലങ്ങളെല്ലാം പ്രാപിച്ച് ഏറ്റവും സ്വർഗത്തിൽ ഉന്നതമായ ആ ശ്രേഷ്ഠമായ പദവി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിനെ പ്രാപിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യനും അപ്രകാരം സമ്പൂർണ്ണതയിലാകണ്ട എന്ന് വിചാരിക്കുന്നവനല്ലാതെ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ, സകല മനുഷ്യരും മാനസാന്തരപ്പെടുവാൻ ദൈവം കൽപ്പിക്കുന്ന പോലെ, സകല മനുഷ്യരും സകലവിധമായ സ്വർഗീയ അനുഭവങ്ങളും പ്രാപിച്ച് തികഞ്ഞവരാകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പക്ഷേ രക്ഷ മാത്രം കൃപയില്ല. ബാക്കിയുള്ള കാര്യം നാം കൂടി പങ്കുചേർന്നെങ്കിൽ മാത്രമേ നടക്കൂ. ഇതിലേത് വേണം എന്ന് തീരുമാനിക്കുവാൻ ഉള്ള ആ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഭാഗത്തേക്ക് ദൈവം വിട്ടു തന്നിരിക്കുന്നു. എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അങ്ങനെയാണ്. എങ്ങനെ ഇതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുവോ അങ്ങനെയാണ്, ആഗ്രഹിക്കുന്നുവോ അങ്ങനെയാണ്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് 7 സുവിശേഷത്തിൽ 7 ഭാഗത്തായിട്ട്, അടുത്ത ദിവസം ചിന്തിക്കാം, 7 ഭാഗത്തായിട്ട് നിങ്ങൾ നമ്മുടെ ജീവനെ ഇവിടെ വെച്ച് കളയണമെന്നും ഇവിടെ വെച്ച് നഷ്ടപ്പെടുത്തണമെന്നും എങ്കിൽ മാത്രമേ അവിടെ ആ ജീവനെ നേടുവാൻ കഴിയുകയുള്ളൂ എന്നും 7 പ്രാവശ്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ശാരീരിക മരണത്തെ കുറിച്ചാണ്. ശാരീരിക മരണം എല്ലാവരും ഒരിക്കലും ദൈവം നിശ്ചയിച്ച സമയത്ത് അനുഭവിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവനെ ഇവിടെ വെച്ച് കളഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവനെ അവിടെ വെച്ച് നേടും. നിങ്ങൾ നിങ്ങളുടെ ജീവനെ ഇവിടെ നഷ്ടപ്പെടുത്തിയാൽ അവിടെ തിരികെ എടുക്കാൻ പറ്റും. നിങ്ങളുടെ ജീവനെ ഇവിടെ വെച്ച് നിങ്ങൾ നേടിയാൽ അവിടെ വെച്ച് നിങ്ങൾ അതിനെ കളയും. ഇതെന്ത് പറയുന്നറിയാമോ? ഇതാണ് ദേഹി മരിക്കണം എന്ന് പറയുന്ന ദേഹിക ജീവൻ മരിക്കണം. ദേഹിക ജീവനെ മരിപ്പിച്ച് പ്രാകൃത മനുഷ്യനെ മരിപ്പിച്ച് വിതപ്പിച്ച് അത് ചത്ത് ഫലം കായ്ക്കുന്ന അളവിന്റെ കാര്യം പറയുന്നു. 7 പ്രാവശ്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് നിർഭാഗ്യകരോട് പറയട്ടെ, ദൈവമക്കൾക്കോ ദൈവസഭകൾക്കോ ദൈവദാസന്മാർക്കോ വളരെ തുച്ഛമായ ഒരു അറിവും എന്തെങ്കിലും അറിഞ്ഞാൽ പോലും അംഗീകരിക്കാത്ത ഒരവസ്ഥയും ആയിട്ട് കിടക്കുകയാണ്. 7 പ്രാവശ്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം കന്യകാ ജനനത്തെ കുറിച്ച് ഒരു ഒറ്റ വാക്കുകൊണ്ട് പറയുന്ന
പറഞ്ഞപ്പോൾ ഒരു ദൈവ പൈതലിന്റെ ദേഹിക ജീവനെ ഇവിടെ വെച്ച് നഷ്ടപ്പെടുത്തി കർത്താവിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അപ്പനെ പകച്ച്, അമ്മയെ പകച്ച്, ഭാര്യയെ പകച്ച്, മക്കളെ പകച്ച്, തനിക്കുള്ളവരെ പകച്ച്, തനിക്കുള്ളതിനെ പകച്ച്, അല്ലെ, തന്റെ ജീവനെ കൂടെ പകച്ച് എന്റെ പുറകെ വരുന്നവൻ മാത്രമേ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയുള്ളൂ. അതാ പൗലോസ് പറഞ്ഞത്. എല്ലാം ഞാൻ ഉപേക്ഷിച്ചു, പക്ഷെ എനിക്ക് എന്റെ പ്രാണൻ പോലും എനിക്ക് വിലയേറിയത് അല്ല. ഇതാണ് ഈ ദേഹിക ജീവൻ. ദേഹിക ജീവൻ, എന്റെ പ്രാണൻ എനിക്ക് വിലയേറിയതല്ല. ഈ പ്രാണൻ എന്റെ യേശുവിന് വേണ്ടി ചെലവിടുവാൻ ഞാൻ എപ്പോഴും ഒരുക്കമാണ്. അതിനവസരം എപ്പോ ഒരുക്കുന്നോ അപ്പൊ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രാണനെ, ഈ ദേഹിക ജീവനെ ഇവിടെ വെച്ച് നഷ്ടപ്പെടുത്തിയാൽ അവിടെ വെച്ച് നേടേണ്ടത് പോലെ നേടാമെന്നാണ്. എന്നാൽ ഇവിടെ വെച്ച് ഈ ദേഹിക ജീവനെ നിലനിർത്തിക്കൊണ്ട് ഇരുന്നാൽ അവിടെ വെച്ച് ഇതിനെ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആത്മീക ശരീരം കിട്ടണമെങ്കിൽ പ്രാകൃത മനുഷ്യനെ വിതയ്ക്കപ്പെട്ട് മരിപ്പിച്ച് ചത്ത് മറ്റേ ജീവിക്കട്ടെ വേണം. അതുകൊണ്ട് ആ ദേഹിക ജീവനെ കുറിച്ചുള്ളതായിരിക്കുന്ന ആ ഒരു കാര്യം എനിക്ക് തന്നെ അറിയത്തില്ല. നിങ്ങൾ ഇവിടെ വെച്ച് ജീവനെ കളയണം, അപ്പൊ അവിടെ വെച്ച് നേടും. അപ്പൊ അത് രക്തസാക്ഷിയാവണം. രക്തസാക്ഷികൾ മാത്രമേ ഉയർത്തുള്ളൂ, അല്ല, ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം ഉയർത്തുന്നുണ്ട്. അപ്പൊ ഇതെന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതായത് ദേഹിക ജീവനെ യേശുവിന് വേണ്ടി ത്യജിച്ച് അവന്റെ ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥകൾ പാലിച്ച് അവനല്ലാതെ ഈ ലോകത്തിൽ മറ്റാരും ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവന് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആളുകളുടെ കാര്യമായി പറയുന്നത്. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർത്തപ്പെടുന്നു. അങ്ങനെ എത്രയെണ്ണം ചെന്നിട്ടുണ്ടെന്ന് അറിയുന്നത് പ്രതിഫലത്തിന്റെ ന്യായാസനത്തെ അല്ലേ? അവിടെ വെച്ച അതാ പറഞ്ഞത്. അത് ആത്മീക ശരീരം പ്രാപിക്കുന്ന ഒരു ഉയർപ്പ് അവിടെ വെച്ചുണ്ട് എന്ന് പറഞ്ഞു. നമുക്കിവിടെ അവസാനിപ്പിക്കാം. അതുകൊണ്ട് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മുഴുവൻ സമ്പൂർണമായി നേടുവാൻ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. വരവ് നീട്ടിവെച്ചു. എന്നുവെച്ചാൽ 2000 കൊല്ലം ഇനി ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതുവരെ വന്നില്ല, നീട്ടിവെച്ചു. അടുത്ത നിമിഷം വരാം. നമുക്ക് മരണം, നമ്മുടെയൊക്കെ മരണം, അതുകൊണ്ടാണല്ലോ നമ്മൾ ജീവൻ വരെ ഇരിക്കുന്നത്. കർത്താവ് നീട്ടിവെച്ചു. ഇതിന്റെ എല്ലാം ഉദ്ദേശം കർത്താവിന്റെ ആഗ്രഹം പോലെ നമ്മൾ പുനരുദ്ധാനം പ്രാപിച്ച് അവനോടൊപ്പം ആകണം. ആദ്യമല ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന് ഉള്ളത് എന്ന് പറയുന്ന പോലെ, ഒന്നാം നിര ക്രിസ്തു, രണ്ടാം നിര ക്രിസ്തുവിനുള്ളവര് എന്ന് പറയുന്ന പോലെയുള്ള ശ്രേഷ്ഠമായ പുനരുദ്ധാനം പ്രാപിക്കുവാൻ വേണ്ടിയില്ല. അതുകൊണ്ട് അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ള ഒരു കാര്യമാണ്. അംഗീകരിച്ച് യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച് ദൈവത്തിൽ നിന്ന് ദൈവശക്തിയും ദൈവകൃപയും പ്രാപിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. മനുഷ്യൻ അസാധ്യം, ദൈവത്തിന് സകലതും സാധ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്താൽ സാധിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ആകയാൽ പുനരുദ്ധാനവും പുനരുദ്ധാന നിരകളും അതിന്റെ ശ്രേഷ്ഠതകളും എങ്ങനെയാകുന്നു എന്നുള്ള അപ്പോസ്തലനായ പൗലോസിന് പ്രത്യേകിച്ച് കിട്ടിയ വെളിപ്പാട്. ഒരിക്കൽ അപ്പോസ്തലൻ പറഞ്ഞു, 14 കൊല്ലം മുമ്പ് ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ എനിക്കറിയാം. അവൻ സ്വർഗത്തോളം, ദൈവത്തിന്റെ പർദീസായോളം 3ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. പക്ഷെ ഒന്ന് എനിക്കറിയാൻ മേല. നമ്മൾ പറഞ്ഞതിനോട് ബന്ധപ്പെട്ട് വരുന്നു, ശരീരം കൊണ്ടാണോ ശരീരം കൂടാതെയാണോ എന്ന് എനിക്കറിയത്തില്ല. ആ അറിവ് തീർത്ത് പറയാൻ പൗലോസിനെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് അപ്പോ പൗലോസ് എങ്ങനെ പോയി? ശരീരം കൊണ്ടാണോ ശരീരം കൂടാതെയാണോ എനിക്കറിയത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 3ാം സ്വർഗം വരെ അവിടെ പോയി എന്നാ പറയുന്നത്. എന്നിട്ട് മടങ്ങി വന്നു. അതുകൊണ്ട് അവിടെ ചെന്ന് കണ്ടപ്പോഴല്ലേ അതിന്റെ ഗൗരവം മനസ്സിലായി. എനിക്ക് ഇവിടെ വന്നത് പറയാൻ പറ്റത്തില്ല. ഞാൻ അവിടെ ചെന്ന് കണ്ടനുഭവിച്ചതാണ്. അവിടെ ചെന്ന് കണ്ടനുഭവിച്ച വിശുദ്ധന്മാരുടെ സുഖസന്തോഷ ജീവിതങ്ങൾ, ആ സ്വർഗത്തിലെ ആനന്ദങ്ങളും എല്ലാം കണ്ടപ്പോൾ അവിടുന്ന് പോരാതിരിക്കണമെന്ന് പൗലോസിന് തോന്നിയതാണ്. എന്നുവെച്ചാൽ ഭൂമിയിൽ